നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ട് അടുപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ. ഗുണനിലവാരം ഉറപ്പുവരുത്താനും അടിക്കടിയുള്ള വിലവർധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് നിരാശാജനകമെന്നും കൃഷ്ണകുമാർ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് NREGS വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയ ലക്കിടിയിൽ സ്വീകരണം. ഒറ്റപ്പാലം വറോഡിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. പോലീസ് പിടിയിലായത് പനമണ്ണ അമ്പലവട്ടം സ്വദേശികളായ വിജീഷ് കുമാർ, ഷിജിൽ, വെളിനേഴി സ്വദേശി വൈശാഖ് എന്നിവർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽനാട്ടൽ കർമ്മം തൃശൂരിൽ. പ്രധാന വേദി തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, മന്ത്രി K. രാജൻ, മന്ത്രി R. ബിന്ദു എന്നിവർ ചടങ്ങിന് സാക്ഷികളായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ട് അടുപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. ഗുണനിലവാരം ഉറപ്പുവരുത്താനും അടിക്കടിയുള്ള വിലവർധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് നിരാശാജനകമെന്നും ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ നിർമ്മാണത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സംസ്ഥാനത്ത് തന്നെ സജ്ജമാവേണ്ടതുണ്ട്. വലിയ തോതിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. K-സ്മാർട്ടിലെയും തദ്ദേശ നിയമങ്ങളും ലഘൂകരിച്ചത് ഗുണകരമാണ്. പുഴയിലെ ചെളിയും മണലും നീക്കം ചെയ്ത് വിൽപ്പന നടത്താനുള്ള സംവിധാനം ആവശ്യമാണ്. നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ഡിസംബർ 23-ന് കോങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അനിയന്ത്രിതമായിട്ടുള്ള വിലവർദ്ധനവും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും കൂടാതെയുള്ള വിലവർദ്ധനവും അതുമാതിരി ഗുണനിലവാര തകർച്ചയും നമ്മൾ കണ്ടുവരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിനായിട്ട് ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ സമ്മേളനം മുന്നിൽ വയ്ക്കുന്നത്. അതുപോലെ തന്നെ GST സംസ്ഥാന സർക്കാരും അതുപോലെ സെൻട്രൽ ഗവൺമെന്റൊക്കെ നമുക്ക് GST ഒരു കുറവ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സിമെന്റിന്റെ ഉൽപ്പന്നത്തിൽ സിമെന്റ് 10%, അതുമാതിരി മറ്റുള്ള നിർമ്മാണ മേഖല ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഒരു 5% കുറവ് ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഗുണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഗുണം നമ്മുടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പം അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കൂടി നമ്മൾ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. സെക്രട്ടറി S. രാജേഷ്, ട്രഷറർ V. രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജനാർദ്ദനൻ, P. സുരേഷ്, മുഹമ്മദ് റമീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം വരോഡിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. പനമണ്ണ അമ്പലവട്ടം സ്വദേശി വിജീഷ് കുമാർ, അമ്പലവട്ടം സ്വദേശി ഷിജിൽ, വെളിനേഴി സ്വദേശിയായ വൈശാഖ് എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് വരോഡ് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത്. രാഹുലിന്റെ സുഹൃത്തായ പ്രജീഷിന്റെ ജ്യേഷ്ഠൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി 5-ന് ഒറ്റപ്പാലം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. ഈ കേസിലെ പ്രതികളായ വിജീഷ് കുമാറിനും ഷിജിലിനും എതിരെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധം മുൻനിർത്തി ബൈക്കിൽ പോകുകയായിരുന്ന രാഹുലിനെ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശം കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു. കേസിൽ പനമണ്ണ അമ്പലവട്ടം കോന്ത്രംകുണ്ടിൽ 30 വയസ്സുള്ള വിജീഷ് കുമാർ, അമ്പലവട്ടം മൂർക്കത്ത് വീട്ടിൽ 29-കാരൻ ഷിജിൽ, വെളിനേഴി അടയ്ക്കാപുത്തൂർ തയ്യൽ വീട്ടിൽ 28-കാരൻ വൈശാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതിയായ വിജീഷാണ് രാഹുലിനെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സൗത്ത് പനമണ്ണ വായനശാല ഭാഗത്തു നിന്നും വിജീഷ് കുമാറിനെയും ഷിജിലിനെയും തൃശൂർ ചാലക്കുടിയിൽ നിന്നും വൈശാഖിനെയും പിടികൂടുകയായിരുന്നു. രാഹുലിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വിജീഷ് കുമാറിൻ്റെ പേരിൽ 5 കേസുകളും ഷിജിലിൻ്റെ പേരിൽ 3 കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പരിക്കേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ച് പന്തൽ നാട്ടിൽ കർമ്മം തൃശ്ശൂരിൽ നടന്നു. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ രാജൻ, മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തിൻ്റെ സംഗീത പ്രതിഭ ചരിത്രം സംരക്ഷിക്കാൻ യുവാക്കൾ കലാസംഗീത രംഗത്തേക്ക് വരണമെന്ന് അന്താരാഷ്ട്ര വയലിൻ വാദകൻ ഡോക്ടർ എൽ ശങ്കർ പറഞ്ഞു. എളുപ്പത്തിൽ പ്രശസ്തി ആർജിക്കാവുന്ന മേഖലയല്ല സംഗീത ലോകമെന്നും പാലക്കാട് നടന്ന പ്രസ് ക്ലബിൻ്റെ മുഖാമുഖത്തിൽ എൽ ശങ്കർ കൂട്ടിച്ചേർത്തു. 1980-ൽ സ്വയം നിർമ്മിച്ച ഡ്യുവൽ നെക്ക് വയലിനിൽ സംഗീതത്തിൻ്റെ മാസ്മരികത തീർത്ത സംഗീതജ്ഞനാണ് ഡോക്ടർ എൽ ശങ്കർ. ഒരേ സമയം പാശ്ചാത്യ പൗരസ്ത്യ സംഗീതത്തെ സമന്വയിപ്പിച്ചുള്ള സംഗീത പരിപാടികൾ ലോകത്തെ സംഗീതപ്രേമികളെ ആശ്ചര്യവും ആനന്ദവും ഉണ്ടാക്കി. പത്മശ്രീ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ രാജ്യത്തെ പ്രഗത്ഭരായ ഉപകരണ സംഗീതജ്ഞരുമായി ചേർന്ന് നിരവധി സംഗീത പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സംഗീതമേഖല വിജ്ഞാനശാഖ കൂടിയാണ്. മണിയയ്യരും ചെമ്പൈ ഭാഗവതരുടെയും ജന്മം കൊണ്ട പാലക്കാടിൻ്റെ പെരുമ ഏറെ പ്രശസ്തമാണ്. ഏറെ സമയവും മൊബൈലിൽ സമയം കളയുന്ന യുവതലമുറ സർഗശേഷിയും സംവേദനശേഷിയും നഷ്ടപ്പെടുത്തുകയാണ്. കലാസംഗീത ലോകത്ത് യുവാക്കൾ സജീവമാകണമെന്നും ഗ്രാമി അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ എൽ ശങ്കർ പറഞ്ഞു. I created a group called Shakti, like in 1973. And this guitarist, John McLaughlin, will come and study with me Indian music at the time. And then we created this group, and Ustad Zakir Hussain, my friend, was also part of the group, and Vicky Vinayakram, the clay pot player. And besides all of that, it was just marking Zakir Hussain passed away last year. December 15th, so it's marking almost like 1 year. And it's great to be here. Please keep on continuing, and I advise all the younger artists never to give up. I learned this music, both my parents are only musicians. My father is a vocalist and violinist, and my mom is a veena player and vocalist. So I learned this only as a passion. I never expected to be famous or to make money. But I really believed in it and kept on going, and everything else came to me kind of. I was lucky, and I'm not saying I'm the best. I'm one of the guys. I'm a student of music. I'm always learning, and so there are so many talented people in the world, and you have to respect many of them and keep your ears open so you can improve. So please support the music. For the younger generation, keep on practicing, don't expect anything. And also nowadays, I think when I find it in the last 15-20 years, the younger generation, not everybody, they are always locked in the phone. They are always on the iPhone or different things, So it's important. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൻ്റെ കൊലയാളികളാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് കയറി കൂടിയിട്ടുള്ളത്. നമ്മൾ 2005-ലാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം നേടിത്തരുന്ന ഒരു തൊഴിലുറപ്പ് നിയമം പാർലമെന്റിനകത്ത് പാസ്സായത്. അതിൻ്റെ ഗുണം ഇന്ത്യ രാജ്യത്തെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു 2ാം UPA സർക്കാർ ഒഴിച്ച് നിർത്തിയ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ല. പിന്നീട് അതിനെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്താണ് രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്ന് നോക്കൂ. അതൊരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP സുധീർ, K ഗംഗാധരൻ, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ,
മനശ്ശേരി ലോക്കൽ സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ, ബാലൻ എ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയലക്കടിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. SSF ജില്ലാ ജനറൽ സെക്രട്ടറി സാലിഹ് മോളൂർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 2026 അതിൻ്റെ 100ാം വാർഷികമാണ്. മഹത്തായ ഈ ഉത്സവത്തിൻ്റെ ആനന്ദ അലയൊലികൾ കഴിഞ്ഞ വർഷം മുതൽ നാം ആരംഭിച്ചതാണ്. 2024, 25, ഇത് 25ആണല്ലോ. കഴിഞ്ഞ വർഷം ഈ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിന് സംഭാവന ചെയ്ത ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ നിസ്തുലമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ നിറകുടമായ SOS ഇമാമിൻ്റെ ചുണക്കുട്ടികൾ ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേജ് സമ്മേളനം നടത്തിയാണ് കഴിഞ്ഞ വർഷം നാം ആഘോഷിച്ചത്. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്കാണ് പഴയലക്കടിയിൽ സ്വീകരണം ലഭിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ പ്രസിഡന്റ് ഡോക്ടർ TM നാസർ അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി സൈദലവി പുതുക്കാട്, ഷറഫുദ്ദീൻ ബുഖാരി എന്നിവർ വിഷയാവതരണം നടത്തി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി MP അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ക്യാപ്റ്റന്മാരായ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി, ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി കാരാകുർശി, ഉമർ മദനി വിളയൂർ, KS തങ്ങൾ പഴമ്പാലക്കോട്, P അലിയാർ അമ്പലപ്പാറ, ഉമർ ഓങ്ങല്ലൂർ, MV സിദ്ദിഖ് സഖാഫി, മുജീബ് പാവക്കോണം, K ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റന് ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പരിശീലനം ഷൊർണൂർ AEO K സുവർണകുമാരി ഉദ്ഘാടനം ചെയ്തു. PM പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഷൊർണൂർ ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിശീലന പരിപാടി. ഷൊർണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുവർണകുമാരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏത് എടുക്കണം, നമുക്ക് ഏതിനും ഫസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ളൊരു ഐറ്റം നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് മണ്ണാർക്കാട് വെച്ച് ഒരു ദിവസത്തെ 1 ഡേ ട്രെയിനിങ് നടത്തുകയുണ്ടായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് K സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഷൊർണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ ഫയർഫോഴ്സ് ഓഫീസർ ശിവപ്രസാദും അമീൻ ഗ്യാസ് ഏജൻസിയിലെ ഇബ്രാഹിം ക്ലാസ് എടുത്തു. ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് VB കദീഷ്, HM ഫോറം കൺവീനർ K ഷാജി മാസ്റ്റർ, ഇന്ദിരാദേവി, ശില്പ, ബിന്ദു, R ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ 75 വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം ജനുവരി 2-ന് ഒറ്റപ്പാലം ബൗൺസ് വിദ്യാലയത്തിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അന്നേ ദിവസം രാവിലെ VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്നും സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം ജനുവരി 2-ന് ഒറ്റപ്പാലം ബൗൺസ് വിദ്യാലയത്തിൽ ആരംഭിക്കും. രാവിലെ 9 മണിക്ക് VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതലാണ് തുടക്കം കുറിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന് ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫിയും 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. ഒന്നാം റണ്ണറപ്പ് ടീമിന് 15,000 രൂപയും രണ്ടാം റണ്ണറപ്പിന് 10,000 രൂപയും ക്യാഷ് പ്രൈസായി നൽകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകുന്നതാണ്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സജീവ പങ്കാളിത്തം ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം അഭ്യർത്ഥിച്ചു.
ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇൻ്റർ സ്കൂൾ ക്വിസ് മത്സരം 2026 ജനുവരി 2-ന് ഒറ്റപ്പാലത്ത് ഭവാൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ്. മത്സരത്തിൻ്റെ ഉദ്ഘാടനം പാലക്കാട് ലോക്സഭാംഗം ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് നിർവഹിക്കും. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന് കുലപതി ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫി നൽകുന്നതിനോടൊപ്പം 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ KS മേനോൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, വൈസ് പ്രസിഡന്റ് E പ്രഭുരാജൻ, P ശിവദാസൻ, അഡ്വക്കേറ്റ് TP അരവിന്ദാക്ഷൻ, ഹരിഗോവിന്ദ മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി വറോഡ് NSS കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ശനിയാഴ്ച നടന്നു. NSS ചിറ്റൂർ ആലത്തൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വറോഡ് NSS കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചിറ്റൂർ ആലത്തൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമല്ല, വനിതാ സമാജത്തിന്റെ പ്രവർത്തനമാണെങ്കിലും സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1870 ജനുവരി മാസം 2-ാം തീയതി കോട്ടയം ജില്ലയിലെ വാകക്കാട് നീരുമനയിലെ ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് പൂജാതനായ മന്നത്ത് പത്മനാഭപിള്ള എന്ന മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ച NSSന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇനി 4 ചുവടുകൾക്കുള്ളിൽ ഇരിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മരണം ആയ 1970 ഫെബ്രുവരി മാസം 25-ാം തീയതി വരെ അദ്ദേഹം NSSന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് ഞാൻ കരയോഗം സെക്രട്ടറി K സോമകുമാരൻ, വനിതാ സമാജം പ്രസിഡന്റ് A ഇന്ദുലക്ഷ്മി എന്നിവർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും എൻഡോമെന്റ് വിതരണവും K സനൽകുമാറും നിർവഹിച്ചു. 80 വയസ്സ് പൂർത്തീകരിച്ച കരയോഗ അംഗങ്ങളെ KK വിനീഷ് കുമാർ ആദരിച്ചു. കരയോഗം വർക്കിംഗ് പ്രസിഡന്റ് KP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. രവികുമാർ മുരിങ്ങമല, രജനി വിനോദ്, MG ഷീജ, K സുധാനന്ദൻ, P രാജശേഖരൻ, നന്ദനകൃഷ്ണൻ, K വിശ്വമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രവാസി എഴുത്തുകാരൻ കബീർ M പർലിയെ പർലി നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. സ്വീകരണ പരിപാടി NAM ഇസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. യൂസഫ് അധ്യക്ഷത വഹിച്ചു. മജീദ് മാസ്റ്റർ മൊമെന്റോ നൽകി ആദരിച്ചു. റിയാസ് പറളി, അവതാരിക ആയിഷ എന്നിവർ സംസാരിച്ചു. നഹീസ് ഷാനവാസ് സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ടടിപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ. ഗുണനിലവാരം ഉറപ്പുവരുത്താനും അടിക്കടിയുള്ള വിലവർധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് നിരാശാജനകമെന്നും കൃഷ്ണകുമാർ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് NREGS വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയ ലക്രിയിൽ സ്വീകരണം. ഒറ്റപ്പാലം വറോഡിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. പോലീസ് പിടിയിലായത് പനമണ്ണ അമ്പലവട്ടം സ്വദേശികളായ വിജീഷ് കുമാർ, ഷിജിൽ, വെളിനേഴി സ്വദേശി വൈശാഖ് എന്നിവർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ നാട്ടൽ കർമ്മം തൃശ്ശൂരിൽ. പ്രധാന വേദി തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, മന്ത്രി K രാജൻ, മന്ത്രി R ബിന്ദു എന്നിവർ ചടങ്ങിന് സാക്ഷികളായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.